ഉറപ്പായും ചോദിക്കുന്നൊരു ചോദ്യം ഇതാ, പുകവലി ചുവടെ ചേർത്തിരിക്കുന്ന അവയവ വ്യവസ്ഥകളെ എങ്ങനെ ബാധിക്കുന്നു? ഹൗ ഡസ് സ്മോക്കിംഗ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ഫോളോവിങ് ഓർഗൻ സിസ്റ്റം? സിമ്പിൾ ചോദ്യമാണ്, നിങ്ങൾക്ക് ഇപ്പം തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരാൾ നല്ലവണ്ണം വലിച്ചു കഴിഞ്ഞാൽ, ഒരാൾ നല്ല തീവണ്ടിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ റിജു സർ ഭയങ്കര ഒരു തീവണ്ടിയാണെന്ന് കരുതി, റിജു സർ ഭയങ്കര തീവണ്ടിയാണ്, ഇയാൾക്ക് ഇങ്ങനെ പുക വലിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ നാഡീ വ്യവസ്ഥയെ, നെർവസ് സിസ്റ്റത്തിന് എങ്ങനെ ബാധിക്കും? ശ്വസന വ്യവസ്ഥയെ, റെസ്പിറേറ്ററി സിസ്റ്റത്തിന് എങ്ങനെ ബാധിക്കും? രക്തപര്യന വ്യവസ്ഥയെ, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് എങ്ങനെ ബാധിക്കും? മൂന്നും നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് എഴുതി വെക്കുക. അയാളുടെ നെർവസ് സിസ്റ്റത്തിനെ, നാഡീ വ്യവസ്ഥയെ എങ്ങനെ അത് ബാധിക്കുമെന്ന് ചോദിച്ചാൽ സ്ട്രോക്ക് ഉണ്ടാവും. എന്തുണ്ടാവും? സ്ട്രോക്ക്, അല്ലെങ്കിൽ മലയാളത്തിൽ പക്ഷാഘാതം എന്ന് പറയും. എന്ന് വെച്ചാൽ അയാളുടെ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടും. തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണിത് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം. അപ്പോൾ കണ്ടിന്യൂസ് സ്മോക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തേത് അഡിക്ഷൻ ടു നിക്കോട്ടിനോട് വിധേയത്വം ഉണ്ടാവും, നിക്കോട്ടിനോട് അഡിക്ഷൻ ഉണ്ടാവും. അഡിക്ഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണെന്നൊക്കെ ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അഡിക്ഷൻ അതിപ്പോൾ വലിയൊരു പ്രശ്നമാണോ? അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ച്, ഞാനിപ്പോൾ ഡെയിലി കണ്ടിന്യൂസ് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് കരുത്, ഞാൻ അങ്ങനെ ചെയ്തില്ല, പാവം നല്ലൊരു മനുഷ്യൻ പോട്ടെ. പക്ഷേ എൻ്റെ വീട്ടിൽ പെട്ടെന്ന് ഒരാൾ മരിച്ചു. അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നും എനിക്ക് വലിക്കാൻ തോന്നും. കാരണം എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് എൻ്റെ ബോഡിയിൽ എന്തൊക്കെയോ സം കൈൻഡ് ഓഫ് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ എനിക്ക് വലി കൊണ്ടേ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യും? വെപ്രാളം കൊള്ളും. പക്ഷേ ആക്ച്വലി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഞാൻ എൻ്റെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ വലിക്കുക, എങ്ങനെ ഇരിക്കും? അടിപൊളിയാവും. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്, എൻ്റെ അനിയത്തിൻ്റെ കല്യാണം നടക്കുകയാണ്, ഞാൻ എന്നിട്ട് ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്നാണ്ട് എങ്ങനെ ഇരിക്കും? അടിപൊളിയാവും. പക്ഷേ അത് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ഡെയിലി സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്കൊരു അഡിക്ഷൻ ഫീൽ വരും. അഡിക്ഷൻ ടു നിക്കോട്ടിൻ, ഈ പുകവലിയിലെ കെമിക്കലായിട്ടുള്ള നിക്കോട്ടിനോട് അഡിക്ഷൻ വരും. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. സാഹചര്യങ്ങൾക്കെതിരായിട്ട് നമുക്ക് പലതും പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ അഡിക്ഷൻ ടു നിക്കോട്ടിൻ, സ്ട്രോക്ക്, ഇത് രണ്ടും നമ്മളെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഓക്കെ, ഇനി നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ, ചോദ്യം നമ്മളെ ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ എങ്ങനെ ബാധിക്കുന്നു ചോദിച്ചാൽ ചെറിയൊരു പ്രശ്നം, ഒരു ക്യാൻസർ ഉണ്ടാവും. ശ്വാസകോശ ക്യാൻസർ, ലങ് ക്യാൻസർ, ചെറിയൊരു പ്രശ്നമാണ്. പിന്നെ ഒരു ബ്രോങ്കൈറ്റിസ് ഉണ്ടാവും, എംഫിസിമ ഉണ്ടാവും, അതും ചെറിയൊരു കുഞ്ഞു പ്രശ്നം. ചെറിയ വലിയ രോഗം എന്നൊക്കെ പറയാം. ഈ ക്യാൻസറൊക്കെ പോലെ തന്നെ നമ്മൾ ലങ്സിൽ, ശ്വാസകോശത്തിൽ ആൽവിയോളുകൾ ഇങ്ങനെ വീങ്ങുന്ന സ്വെല്ലിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണിത് ബ്രോങ്കൈറ്റിസ് ഒക്കെ. അപ്പോൾ ബ്രോങ്കൈറ്റിസ്, എംഫിസിമ പോലത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാവും. ഇനി സ്മോക്കിങ് നമ്മുടെ ഹൃദയത്തിന്, സർക്കുലേറ്ററി സിസ്റ്റത്തിന് എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അതും ചെറിയൊരു പ്രശ്നം. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും, ഉയർന്ന രക്തസമ്മർദ്ദം. ഓക്കെ, ബ്ലഡ് അതിലൂടെ സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യൂല എന്നർത്ഥം. രണ്ടാമത്തേത് ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ആർട്ടറി, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടും. നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഉണ്ടല്ലോ, ആ ബ്ലഡ് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും കൊണ്ടെത്തിക്കുന്ന ആളാണ് ആര്? ധമനികൾ അല്ലെങ്കിൽ ആർട്ടറികൾ. ഈ ആർട്ടറിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും കണ്ടിന്യൂസ് സ്മോക്ക് ചെയ്യുന്ന ഒരാളുടെ കേസിലാണെങ്കിൽ. ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതിനിങ്ങനെ ഒരു കൺട്രാക്ഷൻ, റിലാക്സേഷൻ ഒരു പരിപാടി ഉണ്ട്, അതിനൊരു സ്മൂത്ത്നെസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ബ്ലഡ് വെസൽസ് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ അവിടെ മൊത്തത്തിൽ ഡാമേജ് ആവും, മൊത്തത്തിൽ പ്രശ്നമാവും, അലങ്കോലമാവും. അപ്പോൾ ധമനികളുടെ അല്ലെങ്കിൽ ആർട്ടറികളുടെ ഇലാസ്തികത നഷ്ടപ്പെടാൻ എന്ത് കാരണമാവും? സ്മോക്കിംഗ് കാരണമാകും. പിന്നെ ഏറ്റവും അൾട്ടിമേറ്റ്ലി ഹൃദയത്തിൻ്റെ ഫങ്ഷണൽ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും, കുറയും, പ്രവർത്തനക്ഷമത കുറയും. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ധമനികളുടെ, ആർട്ടറികളുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും, അപ്പോൾ ആർട്ടറി പൊട്ടാൻ ചാൻസ് ഉണ്ട്. രണ്ട് ഹൈപ്പർ ടെൻഷൻ. മൂന്ന് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? ഹൃദയത്തിൻ്റെ ഫങ്ഷണൽ എഫിഷ്യൻസി, ഹൃദയത്തിൻ്റെ ആ ഒരു പ്രവർത്തനക്ഷമത എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഇതാണ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഓൾറെഡി നെർവസ് സിസ്റ്റവും റെസ്പിറേറ്ററി സിസ്റ്റം എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ. നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ സർ. ഓക്കെ.